നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി അന്ന് ആ സർക്കാർ കാണിച്ച അമിതാവേശം പിന്നീട് എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വലിയ തോതിലുള്ള പ്രക്ഷോഭത്തെയാണ് അന്ന് സർക്കാരിന് നേരിടേണ്ടി വന്നത്. തികച്ചും അവിശ്വാസികളായ അരാജകവാദികളായ ആളുകളെ, സ്ത്രീകളെ ഈ അമ്പലത്തിൽ കയറ്റിയാണ് അന്ന് സർക്കാർ കോടതി ഉത്തരവ് നടപ്പിലാക്കി എന്ന് സ്വയം അഭിമാനിച്ചത്. ഇതിനെതിരെ പ്രക്ഷോഭമായി എത്തിയവരുടെയൊക്കെ പേരിൽ എത്രയോ കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട്. പലരും ഇപ്പോഴും കോടതി കയറി ഇറങ്ങുകയാണ്. എന്നാൽ ഇപ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ നാളെ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ പുതിയ സത്യവാങ്മൂലം കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ സർക്കാർ സ്ത്രീ പ്രവേശനം അനുവദിക്കേണ്ടതില്ല എന്നുള്ള പുതിയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് അറിയിച്ചിരുന്നു. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലപാടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് സർക്കാരിൻ്റെ നിലപാട് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയൊക്കെ തന്നെ അങ്ങേയറ്റം പേരദോഷം കേൾപ്പിച്ചിരിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. അതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ എന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ല, സർക്കാർ സുപ്രീം കോടതിയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കും എന്നാണ്. ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല. അന്ന് സർക്കാരിൻ്റെ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരും സർക്കാരിന് വേണ്ടി വനിതാ മതിൽ തീർത്തവരും സർക്കാരിന് വേണ്ടി നവോത്ഥാന സമിതി ഉണ്ടാക്കിയവരുമൊക്കെ തന്നെ അയ്യപ്പൻ്റെ കോപം നന്നായി അനുഭവിച്ചറിഞ്ഞ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ചടുലമായ നീക്കം ഇപ്പോൾ കേരള സർക്കാർ നടത്തുന്നത് എന്ന് വേണം കരുതാൻ. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ അയ്യപ്പദോഷം മാറ്റാൻ വേണ്ടിയുള്ള ജ്യോതിഷികളുടെ നിർദ്ദേശപ്രകാരമാണ് എന്നും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അല്ലെങ്കിൽ അന്ന് ശബരിമലയിൽ ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ മുൻകൈ എടുത്ത ആളുകൾക്കെല്ലാം ജീവിതത്തിൽ ഉണ്ടായ തിരിച്ചടികളെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രിയയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നടത്തുന്ന ഒരു ആത്മീയ പരിപാടിയായിരുന്നു അതും എന്നൊക്കെ ആരോപണങ്ങൾ നിലവിലിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു വാർത്ത ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രമായ ഒന്നാണ്. ഏതായാലും വൈകിയാണെങ്കിലും ബുദ്ധി തെളിഞ്ഞു പിണറായിക്കും സംഘത്തിനും എന്ന് തന്നെ വേണം ഇക്കാര്യത്തിൽ കരുതാൻ. ഇത് കലിയുഗമാണ്, കലിയുഗ വരദനാണ് അയ്യപ്പൻ. അയ്യപ്പനെ പിണക്കിയതിൻ്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം ഭരണത്തിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഒറ്റക്കെട്ടായി ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലവൂരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന എ പത്മകുമാർ ദീർഘകാലം ജയിലിൽ കിടന്നു. കെ പി ശങ്കരദാസ് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന വ്യക്തി ഇപ്പോഴും ജയിലിലാണ്. എന്തിനേറെ ശബരിമലയിലെ തന്ത്രി പോലും ജയിലിൽ കിടന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ സർക്കാർ അയ്യപ്പ കോപത്തെ വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ സമർപ്പിക്കുന്നതെങ്കിൽ ഇത് ഇരട്ടി തിരിച്ചടിയാകുമെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റ കനത്ത തിരിച്ചടി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നാണ് CPM നേതൃത്വം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM സെക്രട്ടേറിയറ്റ് യോഗം ഉൾപ്പെടെയുള്ള അവരുടെ ഉന്നത സമിതികളൊക്കെ തന്നെ ഇനി വിശ്വാസികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത്. ഈ പുതിയ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കുന്നതോടുകൂടി തങ്ങളും ഭക്തരായി മാറിയിരിക്കുന്നു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും CPM നേതൃത്വത്തിന് കഴിയുമെന്നാണ് കരുതുന്നത്. ഇനി ഏതായാലും CPM നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ തന്നെ ശരണം വിളിച്ചു വേണമെങ്കിലും ശബരിമലയിലേക്ക് പോകാം. കാരണം അവർ ഇപ്പോൾ വിശ്വാസ സംരക്ഷകരായി മാറിയിരിക്കുന്നു. വിശ്വാസ സംരക്ഷണ ജാഥ നടത്താനൊക്കെ ഇനി നമുക്ക് ഏറ്റവും ക്ഷണിക്കാൻ പറ്റിയ വ്യക്തികൾ കേരളത്തിലെ CPM നേതാക്കളായിരിക്കുമെന്ന് ഒരുപക്ഷെ സ്വയം തെളിയിക്കാനും കൂടെ വേണ്ടിയാണോ അവർ ഇതിന് പുറപ്പെടുന്നത് എന്നാണ് നമ്മളിപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ടത്. 2018 സ്ത്രീ പ്രവേശനത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് വനിതാ മതിൽ തീർത്തവരും നവോത്ഥാന നായകന്മാരെ മാറിയ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്നേറ്റ തിരിച്ചടിയുടെ മുറിവുകൾ ഉണങ്ങാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് ഒരു ഉചിതമായ തീരുമാനമായിരിക്കും എന്ന് തന്നെയാണ് CPM അണികളും കരുതുന്നത്.